ഒരുവിധമൊക്കെ സാരി ഉടുക്കാൻ അറിയാം, പക്ഷേ എപ്പോൾ ഉടുത്താലും ആ ഒരു പെർഫെക്ഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരുപാട് സമയം എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഹാക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പ്രീപ്ലീറ്റ് ചെയ്ത് എടുക്കാം. അതോടൊപ്പം തന്നെ ഇത് നമുക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തന്നെ പ്രീപ്ലീറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ ഈസി ആയിട്ട് പെട്ടെന്ന് എടുത്ത് കൊടുക്കാനും പറ്റും. നമുക്ക് ഫംഗ്ഷൻ്റെ തലേ ദിവസം ഇതുപോലെ ചെയ്തു വെച്ചാൽ രാവിലെ റഷ് ആവേണ്ട കാര്യവും ഇല്ല. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. തുടക്കക്കാർക്ക് വരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ടും കണ്ടു നോക്കുക. അതോടൊപ്പം തന്നെ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. എല്ലാവർക്കും എൻ്റെ കുഞ്ഞ് യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഈ ഒരു പോർഷനിൽ മാത്രമേ നിങ്ങൾക്ക് ഹായ് പറയാനായിട്ട് മാത്രമേ ഫേസ് കാണിക്കുന്നുള്ളൂ. കാര്യം ഫേസ് കാണിക്കേണ്ട കാര്യമില്ലല്ലോ, സാരിയുടെ ഡീറ്റെയിൽസ് മാത്രം പറഞ്ഞാൽ മതി. ഫസ്റ്റ് തന്നെ നമുക്ക് അയൺ ടേബിൾ സെറ്റ് ആക്കണം. ടേബിളിന് പുറത്ത് ഇതുപോലെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടുക. അതിനൊപ്പം നമുക്ക് ഇതുപോലത്തെ ഒരു ക്ലിപ്പ് വേണം. ഇച്ചിരി വലുതാണെങ്കിലും കുഴപ്പമില്ല, ഒരുപാട് ചെറുതാണെങ്കിൽ നമുക്ക് പറ്റില്ല കേട്ടോ. കുറച്ച് വലുത് നോക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ടത് അയൺ ബോക്സ് ആണ്. ഇത് നമുക്ക് പ്രീപ്ലീറ്റ് ചെയ്ത് അയൺ ചെയ്താണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അയൺ ബോക്സ് നമുക്ക് മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഓൺലൈൻ മേടിച്ച ഫിലിപ്സിൻ്റെ അയൺ ബോക്സ് ആണ്. അപ്പോൾ നല്ലതാണ്. ലിങ്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. എപ്പോഴും ഓൺ ചെയ്തിട്ടേക്കണ്ട, എപ്പോഴൊക്കെയാണ് ഓൺ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ, ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്റ്റീം അയണൊന്നും അല്ല, സാധാരണ അയൺ ബോക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പട്ട് സാരി അങ്ങനത്തെ സംഭവമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ സ്റ്റീം അയൺ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് അതിൽ അയൺ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം. ഞാനിവിടെ നമുക്ക് റെഗുലറായിട്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒന്ന് സാരി ഉടുത്ത് പുറത്ത് പോകണം, പക്ഷെ പോകുന്ന സമയത്ത് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഈ കോട്ടൺ സാരീസ്, സാധാരണ സാരീസ് ഒക്കെ തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റും. ഷിഫോൺ സാരീസിലൊന്നും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. സാധാരണ പട്ട് സാരി, കോട്ടൺ സാരിയിൽ മാത്രമേ ഞാൻ, കസവ് സാരിയിലൊക്കെ തന്നെയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്. അതിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് സാരിയാണ്. കാര്യം വേറൊന്നുമല്ല, നല്ല കളർ കോമ്പിനേഷനാണ്. നല്ല അടിപൊളി ഒരു ഗ്രീനും അതുപോലെ തന്നെ നമ്മുടെ ബ്ലൂ ആയിട്ടാണ് വന്നേക്കുന്നത്. വളരെ റെയർ ബ്ലൂ ആണ്. ഇതിൽ ഓൾറെഡി നല്ല ബ്യൂട്ടിഫുൾ ഒരു ടാസൽ വരുന്നുണ്ട്, യെല്ലോ കളറിൽ. അടിപൊളിയാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞെടുത്ത് നിൽക്കുന്ന പോലത്തെ ഒരു സാരിയാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഉടുത്ത് വരുമ്പോഴും അടിപൊളിയായിരിക്കും. പിന്നെ നമ്മൾ സാരി എടുത്ത് വെച്ചു, കുറച്ച് പിന്നെടുത്ത് വെച്ചു. ഇനി നമുക്ക് നമ്മുടെ മെഷർമെൻ്റ് ഒക്കെ വേണം. കുറേ പിന്ന് വേണം കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു മെഷർമെൻറ്റ് വരുന്ന ഭാഗത്തൊക്കെ അടയാളത്തിന് വെക്കുന്നത് പിന്നാണ്. അതുകൊണ്ടാണ് കൂടുതലായിട്ട് വേണ്ടി വരുന്നത്. സാരി മുഴുവനായിട്ട് ഒന്ന് വിരിച്ചിടുക. നമ്മൾ എവിടെ നിന്നാണോ സാരി ഉടുക്കുന്നത് അല്ലെങ്കിൽ അയൺ ചെയ്യുന്നത് ആ ഒരു ഭാഗത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് സാരി ഫുൾ അവിടെ വിരിച്ചിടുക. ഒന്ന് റഫായിട്ട് സാരി ഉടുത്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയാണോ നമ്മുടെ ആ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്ത്, നമ്മുടെ ഇടുപ്പിൻ്റെ അവിടെ എത്രയാണോ നമുക്ക് വേണ്ടത് ആ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാൻ ഫുൾ സാരിയും ഓപ്പൺ ചെയ്തിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഗ്രീൻ കളറിൽ ബ്ലൂ കളർ മുന്താണി വരുന്ന ഒരു സാരിയാണ്. ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണോ സാരി ഉടുക്കുന്നത് അവിടെ ഇതിങ്ങനെ വയ്ക്കുക. എന്നിട്ട് ചുറ്റിച്ചിങ്ങനെ എടുക്കുക. ചുറ്റിച്ചെടുത്തിട്ട് നമ്മൾ പ്ലീറ്റ് വരത്തില്ലേ, നമ്മുടെ സാരിയുടെ ഫ്രണ്ട് പ്ലീറ്റ് വരുന്ന സ്ഥലം അവിടെ കാണുമല്ലോ, അവിടെ ഇങ്ങനെ കൊണ്ടുവയ്ക്കുക. എവിടെയാണോ നമ്മൾ സാരിയുടെ ഫ്രണ്ട് പ്ലീറ്റ് ടക്ക് ചെയ്യുന്നത് ആ ഭാഗത്തോട്ട് കൊണ്ടുവയ്ക്കുക. ചെയ്യുമ്പോഴൊക്കെ തന്നെ നമ്മുടെ കോട്ടൺ സാരീസിൽ ചെയ്ത് പഠിക്കുക. ഒരു 5-6 സാരി നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അയൺ ബോക്സിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആയി നിങ്ങൾക്ക് കംഫർട്ടബിൾ ആകുന്ന എപ്പോഴാണോ ആ സമയത്ത് നമുക്ക് നല്ല പട്ട് സാരിയിലൊക്കെ ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഒരു പ്ലീറ്റ് തുടങ്ങുന്ന ഭാഗത്ത് ഒരു പിന്നിട്ട് കൊടുത്തു. അത് നിങ്ങൾ കണ്ടുല്ലോ. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത്, ഇനി ആ ഭാഗം അങ്ങനെ വിടുക. എന്നിട്ട് നമ്മുടെ മുന്താണിയുടെ പല്ലുവിൻ്റെ ഭാഗം എടുക്കുക. എന്നിട്ട് റഫായിട്ട് പ്ലീറ്റ് എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്ലീറ്റ് ഒന്നും എടുക്കാൻ പറ്റില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. റഫായിട്ട് ഇങ്ങനെ പ്ലീറ്റ്, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള സംഭവം. എനിവേസ് നമുക്കിങ്ങനെ പ്ലീറ്റ് എടുത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നോക്കണം നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് വരുന്നത് എങ്ങനെയാണ്, കറക്റ്റാണോ, ലെഫ്റ്റും റൈറ്റൊക്കെ നോക്കണം. ഞാനിത് എല്ലാം അറിയാവുന്നവരോടാണെങ്കിൽ നിങ്ങൾക്ക് അയ്യോ അതൊക്കെ ആർക്കും അറിയാൻ പാടില്ലാത്ത എന്ന് തോന്നും. എനിക്കറിയാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ നോക്കിയാണ് എടുക്കുന്നത്. ഞാൻ ഓരോ തവണയും സാരി ഉടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഏത് ഭാഗത്തോട്ടാണ് മുന്താണി ഇടേണ്ടതെന്ന് പോലും എനിക്ക് ഓർമ്മ ഉണ്ടാവത്തില്ല. പിന്നെ ഞാൻ ഫോട്ടോസും ഇതൊക്കെ എടുത്ത് നോക്കിയിട്ടാണ് മനസ്സിലാക്കി എടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള സംഭവത്തിൽ നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കഴുത്തിന് നോക്കി വരുന്ന ഒരു സൈഡ് ഉണ്ടല്ലോ, ആ സൈഡിൽ വേണം
വേണം നമ്മൾ ഈ പിന്ന് മാർക്ക് ചെയ്യുന്നിടത്ത് പിന്ന് വെച്ച് കൊടുക്കാനായിട്ട്. അല്ലാണ്ട് നമ്മുടെ കൈയുടെ പുറത്തോട്ട് പോകുന്ന ഭാഗത്ത് പിന്ന് വെച്ച് കൊടുക്കരുത്. അത് നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾക്ക് തെറ്റി കുറേ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. കുറേ തവണ തെറ്റി അവസാനം ഞാനങ്ങ് കണ്ടുപിടിച്ചെടുത്തതാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. എന്നിട്ട് നമ്മുടെ കൈയുടെ ആ ഒരു ഭാഗം മുട്ടുന്ന ഒരിച്ചിരി മേളിലാക്കി ഇതുപോലൊന്ന് ചുറ്റി കൊടുത്തിട്ട് നമ്മൾ സാരി ഉടുക്കത്തില്ലേ അതുപോലെ ചുറ്റി കൊടുത്തിട്ട് അവിടെയും ഒന്ന് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുക. ഈ 2 പിന്നും ഇടയ്ക്കാണ് നമ്മൾ ആദ്യം ഒരു പിന്നിട്ട് കൊടുത്തില്ലേ, എന്നിട്ടിപ്പോൾ നമ്മൾ മൂന്നാമത് ഇട്ട് കൊടുത്ത പിന്നുണ്ടല്ലോ, ഈ പിന്നിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഫ്രണ്ടിൽ വരുന്ന സ്കേർട്ടിൻ്റെ അവിടെ പോലെ വരുന്ന പ്ലീറ്റ് എടുക്കുന്നത്. ഓക്കെ, അതങ്ങ് വിട്ടേക്കുക. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ പല്ലു സെറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഇതുപോലെ സാരി ഇങ്ങനെ വിടർത്തിയിടുക. സാരിയുടെ അകം ഭാഗം ഉണ്ടല്ലോ അത് നമ്മളെ നോക്കി വരണം. എന്നിട്ട് സാരിയുടെ നല്ല വശം പുറകിൽ നമ്മുടെ ബെഡ്ഷീറ്റിന് ഫേസ് ചെയ്തിട്ട് പോകണം. ആ ഒരു രീതിക്കാക്കി വെക്കുക. എനിക്കറിയാവുന്ന ഭാഷയിലൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എനിക്ക് ക്ലിയർ ചെയ്ത് തരാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഇനി കൂടുതൽ ഡൗട്ടുണ്ട്, മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനു വേണ്ടി ഞാൻ വേറെ വീഡിയോ ചെയ്യാം, അതല്ലേ നടക്കുകയുള്ളൂ. ഓക്കെ, ഇങ്ങനെ ഓരോരോ പ്ലീറ്റായിട്ട് എടുത്ത് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇത് കോട്ടൺ സാരി ആയതുകൊണ്ട് ഇതിങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കാനൊക്കെ നമുക്ക് ഈസി ആയിരിക്കും. പക്ഷെ നിങ്ങളൊരു പട്ട് സാരിയാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ കിളി പോവും. അത്രമാത്രം ഭയങ്കര പാടായിരിക്കും. കാര്യം നമ്മുടെ കയ്യിൽ ഒന്നും നിൽക്കത്തില്ല. സിൽക്കി ആയിരിക്കത്തില്ലേ, അതിങ്ങനെ താഴെ വീണ് പൊക്കോണ്ടേ ഇരിക്കും. അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ നന്നായിട്ട് എക്സ്പേർട്ട് ആയതിനു ശേഷം പട്ട് സാരിയിലോട്ട് പോവുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ആരുടെയെങ്കിലും ഹെൽപ്പും കൂടെ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് നല്ല ഭ്രാന്തായി പോവും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഞാൻ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓരോ പ്ലീറ്റും എത്രയാണോ വേണ്ടത്, ഫസ്റ്റ് പ്ലീറ്റിൻ്റെ ചെറുതാക്കി വേണം അടുത്തടുത്ത പ്ലീറ്റ് വെച്ച് കൊടുക്കാൻ. ഇതൊക്കെ നമുക്ക് അകത്തോട്ട് പോകുന്നതാണ്. ആ ഫസ്റ്റ് പ്ലീറ്റ് മാത്രമാണ് ഇങ്ങനെ തിരിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഷോൾഡറിൽ ആ ഭാഗത്ത് വരുന്നത് അറിയായിരിക്കുമല്ലോ. എന്നിട്ട് ഞാൻ ഈ പിൻ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ പിന്ന് വെച്ച് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തു. 2 ഭാഗത്തും നമ്മൾ തുടങ്ങിയ ഭാഗത്തും ഞാൻ എവിടം വരെയാണോ പ്ലീറ്റ് എടുത്തത് അവിടെ വരെ ഒന്ന് പിന്നിട്ട് കൊടുത്തു, സേഫ്റ്റി പിന്നിട്ട് കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ കയ്യിൽ സാരി എടുത്തിട്ട് ഇങ്ങനെ കുടയുക. അപ്പോഴേക്കും കുറേ തവണ കുടയുക കേട്ടോ. 1-2 തവണ കുടഞ്ഞ് കഴിയുമ്പോൾ ഇത് കറക്റ്റായിട്ട് വരത്തില്ല. കുറേ തവണ ഇങ്ങനെ കുടയുക, അപ്പോൾ കറക്റ്റായിട്ട് വരും. എന്നിട്ട് മുഴുവനും ഞാനിങ്ങനെ അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്ലീറ്റ് എവിടം വരെയാണോ എടുത്തെടുത്ത് തീരുന്നത് അവിടെയൊക്കെ പിന്നിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ 2-3 തവണയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഒരു മെഷർമെൻറ്റിന് നമ്മൾ ഷോൾഡറിന് അവിടെ ഒരു പിന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ പിന്ന് വരും. ആ പിന്ന് വരുന്നത് എവിടെയാണോ അവിടെ വെച്ച് ഈ പണി നിർത്തുക. അതുവരെ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുക. ചിലപ്പം നല്ല വീതിയുള്ള സാരി ആയിരിക്കും, അപ്പോൾ നമ്മൾ ഇത്രയും ലെങ്ത്തിൽ നമുക്ക് പ്ലീറ്റ് എടുത്ത് കൊടുക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ ആ ടേബിളിൻ്റെ ഫുൾ വിരിച്ചിട്ടേക്കുന്നുണ്ടോ, അത് ഫുള്ളായിട്ട് എടുത്ത് നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഇതുപോലെ നിൽക്കുകയുമില്ല. അപ്പോൾ ഒരു വലിയ 2 മറ്റേ ക്ലോത്ത് ക്ലിപ്പ് ഉണ്ടല്ലോ, അത് 2 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും. അതൊക്കെ നമ്മൾ നോക്കി ചെയ്യുക. നമ്മുടെ സാരിയുടെ ഒരു ഇതിനനുസരിച്ചിട്ട് കുറച്ച് ഭാഗമാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 5-6 തവണ നമ്മളിങ്ങനെ പ്ലീറ്റ് എടുത്ത് കൊടുക്കേണ്ടി വരും. നല്ല ക്ഷമയോടെ ചെയ്യുക, എന്നാൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് സാരി ഉടുക്കാനായിട്ട് പറ്റുള്ളൂ. ആദ്യമൊക്കെ ചെയ്യുമ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോട്ടൺ ഇതുപോലത്തെ സാരീസിലൊക്കെ, എളുപ്പമുള്ള സാരീസിലൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കുക. എന്നിട്ട് നമുക്കത് മറ്റ് സാരികളിലോട്ട് ചെയ്യാം. ഇതിൻ്റെ അത്ര എളുപ്പമായിരിക്കില്ല, അത് കുറച്ചുകൂടെ സമയം എടുക്കും. അപ്പോൾ ക്ഷമയോടെ ചെയ്യാം. സാരി കറക്റ്റായിട്ട് നന്നായിട്ട് ഉടുക്കാൻ അറിയാവുന്നവരാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് വേറെ മെത്തേഡിലൊക്കെ ഇതുപോലെ പ്ലീറ്റ് എടുത്ത് അയൺ ചെയ്യുന്നതൊക്കെ അറിയായിരിക്കില്ലേ, അതൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒട്ടും അറിയാത്ത എന്നെ പോലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നമ്മുടെ പിൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പിന്നിൻ്റെ ആ ഭാഗം വരെ മാത്രം നമ്മളിതുപോലെ എടുത്തു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഷോൾഡറിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗത്ത് അടുക്കി ഒരുപോലെ എടുക്കുക. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡ് അത് കറക്റ്റായിട്ട് വരണമെന്നില്ല, നമ്മുടെ കൈയുടെ ആ ഭാഗത്തോട്ട് കറക്റ്റായിട്ട് വരണമെന്നൊന്നുമില്ല. ഇങ്ങനെ ഇറങ്ങി താഴ്ന്നൊക്കെ ഇരുന്നാലും ഒരു കുഴപ്പമൊന്നുമില്ല, അത് ആരും കാണാത്ത വശമാണ്. പക്ഷെ നമ്മുടെ ഷോൾഡറിൽ പിൻ ചെയ്യുന്ന ഭാഗത്ത് കറക്റ്റായിട്ട് തന്നെ വരണം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്കിതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഇതാണ് നമുക്ക് പുറത്ത് വരുന്നത്. ഇനി നമ്മുടെ ചെസ്റ്റിന് അവിടെ വരുന്ന ഭാഗമില്ലേ വിടർന്ന് വരുന്നത്, അത് നമുക്ക് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് കറക്റ്റായിട്ട് അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വലിയ ക്ലോത്ത് ക്ലിപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടേബിളോട് ചേർത്ത് പിൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പക്ഷേ എനിക്ക് ചെറുത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, അതുകൊണ്ട് ഞാൻ
ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ അതിലാണ് പിൻ ചെയ്ത് കൊടുക്കുന്നത്. ചില സാരീസ് ഇരിക്കത്തില്ല, അതിങ്ങനെ സ്ലിപ്പായിക്കൊണ്ടേ ഇരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ഒരു ബുക്ക് എന്തെങ്കിലും അതിൻ്റെ പുറത്തെടുത്ത് വെക്കുക. വെയിറ്റുള്ള ബുക്ക്, കട്ടിയുള്ള ബുക്കൊക്കെ ആണെങ്കിൽ അതിരുന്നോളും. അങ്ങനെ എടുത്ത് വെക്കുക. എന്നിട്ട് ഈ ക്ലിപ്പും കൂടെയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ ഷോൾഡറിൽ വരുന്ന പിന്നിൻ്റെ താഴോട്ടായിട്ട് ഇതുപോലെ വിടർത്തി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ചെസ്റ്റിൻ്റെ ആ ഒരു രീതിക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് വിടർത്തി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കറക്റ്റായിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കാം. എൻ്റെ കൈ മുതൽ, അതായത് എൻ്റെ വിരൽ മുതൽ മുട്ട് വരെയുള്ള ഭാഗം, ആ ഒരു മുഴം എന്നൊക്കെ പറയുമ്പം കറക്റ്റായിരിക്കുമോ? ആ ഒരു രീതിക്ക് ആദ്യം ഞാനൊന്ന് നോക്കും. എന്നിട്ട് അതുപോലെ 2 എണ്ണം ചെയ്യുന്നത്. അത് ഞാനിങ്ങനെ പുറകിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു തവണ കൂടെ അതുപോലെ മുട്ട് വരെ വരുന്ന ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ അയൺ ടേബിളൊക്കെ കറക്റ്റായിരിക്കും, 2 തവണ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ രണ്ടാമത്തതും ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഇങ്ങനെ കുഴഞ്ഞൊക്കെ ഇരിക്കും, നിങ്ങളതൊന്നും കണ്ട് പേടിക്കരുത്. കറക്റ്റായിട്ട് എടുത്ത് വെച്ച് കൊടുത്താൽ മതി. താഴെ നമ്മൾ ഇട്ടേക്കുന്ന സാരി ഉണ്ടല്ലോ അത് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. കെട്ടി അങ്ങനെ കുളമായിട്ട് കിടക്കരുത്, കറക്റ്റായിട്ട് തന്നെ കിടക്കുക. നല്ല സാരിയൊക്കെ ആണെങ്കിൽ അത് വെറുതെ നമ്മൾ നശിപ്പിക്കേണ്ട, നന്നായിട്ട് വിശാലമായിട്ട് സാരി ഇടുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ 2 പിന്ന് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ ഹിപ്പിൻ്റെ അവിടെ വരുന്നത്, ആ 2 പിന്നും നോക്കിയിട്ട് നമ്മുടെ ആ 2 പിന്നിൻ്റെ ഇടയ്ക്ക് വരുന്ന ആ ഒരു സ്പേസിൽ ഇതുപോലെ പ്ലീറ്റ് എടുത്ത് കൊടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പ്ലീറ്റ് എടുത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പിന്നിട്ട് കൊടുക്കുക. പിൻ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് ഇതിനിങ്ങനെ കുടയുക, മുകളിലോട്ട് ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് കുടഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഓരോ പ്ലേറ്റും ഇതുപോലെ സെറ്റാക്കി എടുക്കുക. പട്ട് സാരിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ടേബിളിൽ ഇടുന്നതിന് മുന്നേ തന്നെ കയ്യിൽ വെച്ചിട്ട് അല്ലെങ്കിൽ വേറൊരാളെ പിടിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ കറക്റ്റ് ചെയ്ത് പ്ലീറ്റ് എടുത്ത് കൊടുക്കുക. കാര്യം ടേബിളിൽ ഇട്ട് കഴിയുമ്പോൾ മൊത്തത്തിൽ നമുക്ക് കിളി പറന്നു പോകും, അത്ര ഒരു കൺഫ്യൂസിങ് ആയി പോവും. നമ്മൾ വിചാരിക്കുന്നിടത്ത് ഒന്നും നിൽക്കത്തില്ല, താഴെയുള്ള തുണിയൊക്കെ ഇങ്ങനെ ഒലിച്ചൊലിച്ച് ഇറങ്ങുന്ന പോലെ നമുക്ക് തോന്നും. അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യമേ കോട്ടൺ സാരീസിൽ, എളുപ്പമുള്ള സാരീസിൽ ചെയ്ത് നോക്കുക. എന്നിട്ട് മാത്രമേ നിങ്ങൾ ഹെവി ആയിട്ടുള്ള സാരീസിലോട്ട് പോകാനായിട്ട് പാടുള്ളൂ. ഓക്കെ, എന്നിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ താഴോട്ട് ടേബിളിലിട്ട് തന്നെ ഇപ്പോൾ ഓൾറെഡി എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് ഞാൻ താഴോട്ട് ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നുണ്ട്. പ്ലീറ്റ് കറക്റ്റ് ചെയ്ത്, പ്ലീറ്റിൻ്റെ എണ്ണം ഒന്നും ഞാൻ പറയുന്നില്ല, സാരിയുടെ വീതിക്കും നീളത്തിനൊക്കെ അനുസരിച്ച് നമുക്ക് എത്രയാണോ കിട്ടുന്നത് അത്രയും എടുക്കുക. പിന്നെ നമ്മൾ ഫസ്റ്റ് എടുത്ത പ്ലീറ്റ് ഉണ്ടല്ലോ സൈഡിൽ വരുന്നത്, അത് ഞാൻ എൻ്റെ ഒരു മനക്കണക്കിൻ്റെ പുറത്തെടുത്തതാണ്. എനിക്കത് കുറച്ച് വീതിക്കിരിക്കുന്നത് ഇഷ്ടമാണ്. ഒരുപാട് തിന്നാക്കി ഞാൻ എടുക്കാറില്ല, എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. ചിലർക്കൊക്കെ ആണെങ്കിൽ ഒരു വിരലിൻ്റെ അത്ര പോലും ഉണ്ടാവില്ല ചിലരുടെ ആ ഒരു പോർഷൻ. എനിക്ക് അതൊന്നും ഇഷ്ടമല്ല, എനിക്ക് ഇച്ചിരി വീതി വേണം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടമുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലീറ്റും നമ്മുടെ താഴെ വരുന്നതും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അയൺ ചെയ്യുന്നില്ല, കാര്യം ഈ ഒരു കോട്ടൺ സാരി അത്രയും ഇങ്ങനെ ഭയങ്കര ചപ്പിയിരിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. ഇത് ഞാൻ ഉടുക്കുന്ന സമയത്ത് ഈ പിന്നെല്ലാം എടുത്ത് മാറ്റും. എന്നിട്ട് ആവശ്യത്തിനുള്ള പിന്ന് മാത്രമേ വെക്കുകയുള്ളൂ. കറക്റ്റായിട്ട് എല്ലാ പിന്നും എടുത്ത് മാറ്റണം, ഇല്ലെങ്കിൽ അവിടെ ആയിട്ട് മുഴച്ച് നിൽക്കും. എങ്ങോട്ടെങ്കിലും നമ്മൾ പോവുകയാണെങ്കിൽ അത് മോശമല്ലേ. എന്നിട്ട് ഞാൻ ബാക്കിയുള്ള ഭാഗം, നമ്മുടെ അരയുടെ അവിടോട്ട് വരൂലേ, നമ്മൾ അകത്തോട്ട് വെക്കുന്ന ഭാഗം, അതൊക്കെ ഇപ്പോൾ നമുക്ക് കിട്ടും കേട്ടോ, നമ്മുടെ സാരിയിൽ തന്നെ ഉണ്ടാവും. ആ ഭാഗമാണ് ആദ്യം എടുക്കേണ്ടത്. ആ ഭാഗം നമ്മളുടെ അടുത്തോട്ട് വരുന്ന രീതിയിൽ സാരീനെ കറക്റ്റ് ചെയ്തിടുക. എന്നിട്ട് ഇതുപോലെ എടുത്ത് മടക്കി കൊടുക്കുക. എന്നിട്ട് താഴെ അടിഭാഗത്ത് കണ്ടോ നമ്മുടെ മുന്താണി വരുന്ന ഭാഗം നമ്മൾ പ്ലീറ്റ് ചെയ്ത് വെച്ചത്, അത് ഓൾറെഡി കിടപ്പുണ്ട്. അതിനിങ്ങനെ എടുത്തിടുക. നമ്മുടെ ടേബിളിൻ്റെ ബാക്കിൽ കുറച്ച് സ്ഥലം വിട്ടേക്കുക. അപ്പോഴേക്കും ഇത് നമുക്ക് ഈ പ്ലീറ്റൊക്കെ ഇടാനായിട്ട്, സാരി ഇടാനായിട്ട് സ്പേസ് ഉണ്ടാവും. നല്ല രീതിയിൽ പൊടിയടിച്ച് കിടക്കുന്ന ടേബിളിൻ്റെ പുറകുവശമാണെങ്കിൽ സാരി അയൺ ചെയ്യുന്നതിന് മുന്നേ അതൊന്ന് തുടച്ച് വൃത്തിയാക്കുന്നത് നല്ലതായിരിക്കും. കാര്യം സാരിയിൽ വെറുതെ പൊടിയാവണ്ടല്ലോ. ഓക്കെ, എന്നിട്ട് നമ്മളിതുപോലെ തിരിച്ചിട്ട് നമ്മളെങ്ങനെയാണോ ഉടുക്കുന്നത്, നമ്മുടെ ബോഡിയിൽ നമ്മളെങ്ങനെയാണോ വെക്കുന്നത് ആ ഒരു രീതിക്ക് ഇതുപോലെ എടുത്ത് വയ്ക്കുക. ഇതിപ്പം താഴെ കിടന്നിട്ട് ഒന്ന് റെഡിയല്ലാത്തതായിട്ടുണ്ട്, സാരമില്ല. ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്കിതുപോലെ എടുത്തിട്ട് നല്ല രീതിയിൽ ഒരു തവണ കൂടെ അയൺ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾ അയൺ ബോക്സ് ഫുൾ ടൈം ഓൺ ചെയ്തിട്ടേക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ ഓരോ സ്റ്റെപ്പ് ചെയ്തിട്ടും നമുക്കറിയാൻ പറ്റുമല്ലോ കുറേ ഗ്യാപ്പ് വരുന്നുണ്ടെന്ന്. ആ ഗ്യാപ്പിലൊക്കെ അയൺ ബോക്സ് അങ്ങ് ഓഫ് ചെയ്തിട്ടിട്ട് അടുത്ത ആവശ്യമുള്ളപ്പോൾ ഓൺ ചെയ്ത് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഞാനിത് ബാക്കിലോട്ടാക്കി കൊടുത്തു. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കിതൊന്നും കയ്യിൽ നിൽക്കണമെന്നില്ല. നമ്മളിപ്പോൾ ഈ മുന്താണിയുടെ ഭാഗമൊക്കെ പുറകിലോട്ടും മുന്നിലോട്ടും ഒക്കെ മാറിപ്പോകും. അത് നിങ്ങൾ കാര്യമാക്കണ്ട, ചെയ്ത് നോക്കുക. ആദ്യമൊക്കെ നിങ്ങൾക്ക് 2-3 മണിക്കൂറൊക്കെ എടുക്കും ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. പക്ഷേ ഒരുപാട് സമയം അയൺ ചെയ്യാനായിട്ട് നിങ്ങൾ നിൽക്കരുത്. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അയൺ ചെയ്യാനായിട്ട്
എല്ലാം ഓക്കെ ആയി എന്ന് തോന്നുമ്പോൾ മാത്രം അയൺ ബോക്സ് എടുത്ത് അയൺ ചെയ്ത് കൊടുക്കുക. ഇതിൽ അയൺ ചെയ്യുന്നതല്ല, ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നതാണ് മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്. സോ ഞാനിവിടെ ബാക്കി സാരി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ തിരിച്ചെടുക്കാം. ഒരു 2 ഫോൾഡൊക്കെ വന്നു കഴിയുമ്പം തിരിച്ചെടുക്കുക. ചില സാരിയിൽ നല്ല വീതി കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് എത്രയാണോ ഇതിനകത്തോട്ട് വെക്കാൻ പറ്റുന്നത് അത്രയും അകത്തോട്ട് തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് മടക്കുന്നത് വേണ്ടെങ്കിൽ ഇത് ഹാങ്ങറിലും തൂക്കിയിടാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ എനിക്കിത് ആ ഒരു നമ്മുടെ മുന്താണിയുടെ ഭാഗം ഉണ്ടല്ലോ, ചെസ്റ്റിൽ വരുന്ന ഭാഗം, ആ ഒരു ഭാഗം കറക്റ്റായിട്ട് മടക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് അതിനനുസരിച്ചിട്ടാണ് ഞാൻ സാരി ഫോൾഡ് ചെയ്യുന്നത്. ഓരോ സാരിക്കും വീതി കുറവും കൂടുതലൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതുപോലെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്തെടുത്ത് വെച്ച് കൊടുത്താൽ മതി. പക്ഷേ ഈ ഒരു ഭാഗം ഇതുപോലെ തന്നെ വരണം. സമയമുള്ളപ്പോൾ ഒരിക്കലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും പെർഫെക്റ്റ് ആയിട്ട് സാരി ഉടുക്കാൻ പറ്റും. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. ഞാനങ്ങനെ സംസാരിച്ച് തളർന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം.